തോക്ക സിനിമയിൽ എല്ലാവരും പിടിക്കുന്നുണ്ട്, ഇപ്പൊ കൂട്ടത്തിൽ പിടിച്ചതാണ്. അപ്പോ ഈ പറഞ്ഞ പോലെ തന്നെ കന്നഡയും മലയാളം ആയതുകൊണ്ട് പിന്നെ ഇത് അങ്ങനെ ഒരു ഫൺ അല്ലെങ്കിൽ നായകന്റെ കൂടെ നടക്കുന്ന അങ്ങനെ ഒരു ക്യാരക്ടർ അല്ല. ഇത് ആക്ച്വലി ഒരു പോലീസ് സ്റ്റേഷൻ ബേസ് ചെയ്തിട്ടൊക്കെ ഉള്ള ഒരു സ്റ്റോറിയാണ്. അപ്പോ അതിന്റെ അകത്ത് ഒരു ദിവസം നടക്കുന്ന കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോ അതിലപ്പോ അതുകൊണ്ട് തന്നെ അതിലത്തെ എല്ലാ പോലീസ് ക്യാരക്ടേഴ്സിനും ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ ക്യാരക്ടർ ഒരു കുറച്ച് ഈ പറയുന്ന പോലെ തന്നെ എല്ലാ ക്യാരക്ടേഴ്സിനും ഓരോരോ സ്പെസിഫിക് ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോ അങ്ങനെ വരുമ്പോ എന്റെ ഒരു ക്യാരക്ടർ അത്യാവശ്യം കുഴപ്പമില്ലാതെ കൂട്ടത്തിൽ ഇങ്ങനെ ഒരു ബേസിക് ഒരു പാവത്താനായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അങ്ങനെ വന്നിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അധികം കോമഡി ആയിട്ടില്ല ഇതില്. റോളാണോ വരുന്നത് പോലീസുകാരനായിട്ട്? വണ്ണേ കുറച്ച് സീരിയസ് കട്ട സീരിയസ് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തായിരുന്നു സെറ്റില്? അല്ല, ഡയലോഗ് പഠിക്കുക എന്നുള്ളതായിരുന്നു. പോലീസ് ക്യാരക്ടറിന്റെ എന്റെ ക്യാരക്ടറിന് ഞാൻ സ്റ്റാർട്ടിങ്ങില് എന്നെ ഈ ഒരു മൂവിക്ക് കാസ്റ്റ് ചെയ്തത് ഞാൻ ഡയറക്ടറെ കാണാൻ പോയപ്പോഴും സംസാരിച്ചപ്പോഴൊക്കെ ഞാൻ ചോദിച്ചു, ഞാൻ പോലീസ് ക്യാരക്ടർ ഇതുവരെയായിട്ട് ചെയ്തിട്ടില്ല, അപ്പൊ അതിനുള്ള ഒരാളായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ തോന്നാത്ത ആളെ തന്നെയാണ് വേണ്ടത് എന്നാണ് തമിഴില് പറഞ്ഞത്. അപ്പൊ അത് കാരണം എന്റെ ക്യാരക്ടർ ഓക്കെ ആയിരുന്നു. താല്പര്യമില്ലാതെ പോലീസിൽ എത്തിയ ഒരു ക്യാരക്ടറായിരുന്നു. അപ്പോ അങ്ങനെ ഒരു ബേസ് ചെയ്ത് പോകുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പോ വലിയ നോർമലി നമ്മൾ കണ്ടുവരുന്ന സൂപ്പർ സ്റ്റാർ പോലീസുകാരുടെ പോലത്തെ കടുകെട്ടി ഡയലോഗുകളോ അല്ലെങ്കിൽ അങ്ങനത്തെ ഡയലോഗ്സ് ആയിരിക്കൂലേ ഈ മൂവിയില്. കുറച്ച് എന്താ പറയാ, കുറച്ച് ഡയലോഗ്സ് ആണ് ഉള്ളത് എന്നെ സംബന്ധിച്ച്. പക്ഷെ അത് കുറച്ചൊക്കെ ഡീസിക് ആയിട്ടുള്ള ഡയലോഗ്സ് ഒക്കെ ആയിരുന്നു. അപ്പോ മലയാളവും കന്നഡ ആയതുകൊണ്ട് തന്നെ നമുക്ക് സെയിം സ്ക്രിപ്റ്റ് തന്നെ നമുക്ക് അർത്ഥം മനസ്സിലായില്ലെങ്കിൽ മലയാളം വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവുമായിരുന്നു. കന്നഡ ഡയലോഗ് പഠിക്കേണ്ട ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് പിന്നെ കാണാപ്പാടെ പഠിക്കുക, മലയാള സ്ക്രിപ്റ്റ് നോക്കുമ്പോൾ നമുക്ക് അർത്ഥം മനസ്സിലാവും. അപ്പൊ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പഠിച്ചു. പൊതുവെ നടക്കുന്ന ഒരു ഇഷ്യൂ, അതിനെപ്പറ്റി ആക്ച്വലി ഞാൻ ഭയങ്കര എല്ലാരെയും പോലെ തന്നെ ഞാൻ അത് കേട്ടപ്പോൾ ഭയങ്കര ഷോക്കായി. ഞാൻ അമരന്റെ ഷൂട്ട് എല്ലാരും ഈ പറഞ്ഞ ആർട്ടിസ്റ്റുകളൊക്കെ എല്ലാരും ഓരോ ഫോട്ടോ ഷെയർ ചെയ്യുന്നു, ഇത് കണ്ട് ഷെയർ ചെയ്യുന്നു, ഓരോ കാര്യങ്ങൾ എഴുതുന്നു. ഞാൻ ആക്ച്വലി ഒന്നും ഇട്ടിട്ടില്ല. ഞാൻ ഇന്നും കൂടെ ചിന്തിച്ചു, ഒരാൾ എനിക്ക് മെസ്സേജ് അയച്ചു, ബാക്കി എല്ലാരും ഇങ്ങനെ ഷെയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്തുകൊണ്ട് അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഭയങ്കര പെട്ടെന്ന് ഇമോഷണലി വീക്ക് ആവുന്ന ഒരാളാണ്. അപ്പൊ ഈ സംഭവം അറിഞ്ഞിട്ട് ഞാൻ അവിടെ പോയ ഒരാളാണ്. കാശ്മീരിൽ ഞാൻ 4 തവണ പോയി വന്നു ക്യാമറയുടെ ഷൂട്ടിന്റെ സമയത്ത്. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം ഇന്ത്യയിൽ തന്നെ ഇല്ല. ഇത്രയും നല്ല സ്ഥലവും ഇത്രയും നല്ല ആൾക്കാരും അവിടെ താമസിക്കുന്ന ആൾക്കാരൊക്കെ കാശ്മീരികളൊക്കെ ഇത്രയും സ്നേഹമുള്ള ആൾക്കാർ. എന്നെ ഡ്രോപ്പ് ചെയ്ത് വരുന്ന ഈ പറഞ്ഞ ഡ്രൈവേഴ്സ് ആയാലും അവിടെ ഒരു കടയിൽ പരിചയപ്പെടുന്ന ഒരു നമ്മൾ പറയുന്ന ഇക്കമാര്, ഈ പറഞ്ഞ 10-55 വയസ്സുള്ള ആൾക്കാരും നമ്മളോട് സംസാരിക്കും. നമ്മളെ കാണുന്നത് അവർക്കറിയാം നിങ്ങൾ സൗത്ത് ഇന്ത്യൻസ് ആണ്, മലയാളി എന്നൊക്കെ ചോദിക്കും. അപ്പൊ ഭയങ്കര രസമായിട്ട് സംസാരിക്കുന്നതും ഭയങ്കര സ്നേഹമായിട്ട് സംസാരിക്കുന്ന ടൂറിസ്റ്റുകളെ ഭയങ്കരമായിട്ട് വെൽക്കമിങ് ചെയ്യുന്ന ഒരു നാടാണ് കാശ്മീർ. പക്ഷേ ഏത് നിമിഷവും എന്ത് സംഭവിക്കാൻ പറ്റുന്ന ഒരു നാട് കൂടാണ്. അറ്റാക്കൊക്കെ നടന്ന സ്ഥലത്തൊക്കെ ഞാൻ പോയി. അവിടെയൊക്കെ നിങ്ങൾ നേരിട്ട് കാണാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഭീകര അവസ്ഥയാണ്. നമ്മളിപ്പം കേട്ട ന്യൂസ് കേട്ടത് ഒരു പകുതി ന്യൂസ് നമ്മൾ കേട്ടു ഞാൻ ഉറപ്പ് പറയാം. കാരണം ഇവിടത്തേക്ക് എത്തുമ്പോഴത്തേന് അത് പലതും ഇപ്പം മരണസംഖ്യ വരെ അതിൽ കൂടുതലായിട്ടുണ്ടായേക്കാമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇതൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. മറ്റേ ഈ പുൽവാമ അറ്റാക്കിലൊക്കെ നമ്മൾ അറിഞ്ഞതിലും കൂടുതലാണ്. ഭീകര അവസ്ഥ വേറെയാണ്. സിനിമയുടെ ജോണർ ഇൻവെസ്റ്റിഗേഷൻ ആണോ, ത്രില്ലർ ആണോ, അല്ലെങ്കിൽ വൺ നൈറ്റ് സ്റ്റോറി ആണോ? ഏതാണ് ഇത് കൃത്യമായിട്ടൊരു സിനിമയുടെ ജോണർ കൃത്യമായിട്ടൊന്ന്? ಇದು ಒಂದು ಆಕ್ಚುಲಿ ಸಸ್ಪೆನ್ಸ್ ಒನ್ ನೈಟ್ ನಡೆದಿದೆ ಕ್ರೈಮ್ ಥ್ರಿಲ್ಲರ್ ಜಾನರ್. எல்லாம் சைபர் டென்ஸ்ல ஷூட் ചെയ്തിട്ടുണ്ട്. ഇത് ഒരു ഷോട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് അപ്പം മലയാളം ചെയ്തിട്ടുണ്ട്. ഇത് മലയാളം ആർട്ടിസ്റ്റുകളും ഉണ്ട്, കന്നഡ ആർട്ടിസ്റ്റും. സോ അവർ തമ്മിൽ ഇങ്ങനെ സ്ക്രിപ്റ്റ് കൺവിൻസ് ചെയ്യുക അല്ലെങ്കിൽ ഷോർട്സ് കൺവിൻസ് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക, അതിന്റെ ഒരു ഡിഫിക്കൽട്സ് എത്രത്തോളം ഹാൻഡിൽ ചെയ്യാൻ പറ്റി? ഇല്ല, അതിക്ക് 1 വീക്ക് മുമ്പേ നമ്മുടെ മലയാളം ആർട്ടിസ്റ്റ് എല്ലാം ചെയ്തിട്ട്
സ്ക്രിപ്റ്റ് കൊടുത്തിട്ട് അപ്പോൾ അത് പ്രിപ്പയർ ചെയ്തിട്ട് അപ്പോൾ ഷൂട്ടിംഗ് ചെയ്തിട്ടുണ്ട്, അതുപോലെ ഈസിയാണ്. സ്റ്റുഡിയോ ആണ്. സ്റ്റുഡിയോ ഞാൻ ചെന്ന് കയറിയപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനുള്ള സെറ്റായിരുന്നു. അപ്പം ഞങ്ങൾക്കൊരു ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ഐഡിയ കിട്ടി. പോലീസ് സ്റ്റേഷനോട് നമ്മൾ സെറ്റായി. പ്രിപ്പറേഷൻ ഓൺ ദ സെറ്റ് ആയിരുന്നു കൂടുതലും. പിന്നെ ഇന്ന് വൈകിട്ട് ഈ പറഞ്ഞ പോലെ കന്നഡ പടം ആയതുകൊണ്ട് കന്നഡ ഡയലോഗ്സ് ഒക്കെ വൈകിട്ട് എന്നെ ഒരു അസിസ്റ്റന്റ് എന്നെ ഹെൽപ്പ് ചെയ്യുന്നു, ഒരു മലയാളി കന്നഡ. അപ്പൊ പുള്ളിക്കാരൻ എനിക്ക് ഇതുപോലെ കുറെ വോയിസ് നോട്ടൊക്കെ അയച്ചു തരുമായിരുന്നു. അപ്പൊ ആ ഡയലോഗ് മോഡുലേഷനും അങ്ങനെ കുറച്ച് അതൊരു പ്രിപ്പറേഷൻ ആയിരുന്നു. ഒരു എല്ലാ ദിവസവും വൈകിട്ട് എനിക്ക് നാളത്തേക്കുള്ള ഡയലോഗ്സും കാര്യങ്ങളൊക്കെ റിഫ്യൂ ചെയ്ത് തരും. അപ്പൊ അതുപോലും അതിന്റെ മോഡുലേഷൻ പറഞ്ഞു തരും. അപ്പൊ അതൊരു പ്രിപ്പറേഷൻ ആയിരുന്നു. അല്ലാതെ ഇതിനു മുമ്പ് എനിക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള തീരെ സമയമില്ലായിരുന്നു. പിന്നെ നിങ്ങൾ പറഞ്ഞില്ല യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ സംഭവമാണ്. ഞാൻ ഇപ്പൊ മെല്ലെ പോലീസ് പട്ടാളം ചെയ്ത് മടുത്ത് വേറെ എന്തെങ്കിലുമൊക്കെ പിടിക്കണം. You want to do your next movie? It's just like asking Kannada or Malayalam now. So, both are my favorites. Mammootty sir and Mohanlal sir, both are awesome actors. I love both of their acting. But we have been watching Malayalam movies right from COVID. Very storyline and the content are too good. So we are very confident that the Malayalam people will accept our storyline, which is again a thriller based and with a strong story content. As already told, mainly this police based movies or any content based movies are too good in Malayalam. So we tried our best. A common man would react when the system goes wrong. So the concept is really awesome, and I definitely confidently say that it is not a violent movie. വിപ്ലവം മൂവി പറയാൻ പറ്റില്ല. നമ്മള് ഒരു സ്റ്റോറി എന്ന് പറയുന്നത് നമ്മള് ഏത് രീതിയിൽ മാറ്റി തിരിച്ച് ചിലപ്പോൾ പോലീസുകാരെ നന്നാക്കി പറയാം, പോലീസുകാരെ ചീത്തയാക്കി പറയാം, അങ്ങനെ അതുപോലത്തെ ഒരു സബ്ജക്റ്റേ ഉള്ളൂ. ഒരു പോലീസ് സ്റ്റേഷൻ നടക്കുന്ന ഒരു പരിപാടിയാണ്. ആ പോലീസ് കുറച്ച് പോലീസുകാർ കറക്റ്റ് ആയിട്ടുള്ള പോലീസുകാർ അതിന് ബന്ധപ്പെട്ട പരിപാടിയാണ്. അല്ലാതെ ഒരു ഡിഫറെന്റ് സ്റ്റോറി അങ്ങനെ കണ്ടിട്ടില്ലാത്തൊരു പരിപാടിയാണ്. മലയാളത്തിലൊക്കെ അങ്ങനത്തെ പരിപാടി നമ്മൾ ഒരുപാട് പോലീസ് പടങ്ങൾ കാണുന്ന ആൾക്കാർ. അപ്പം അതിൽ നിന്നൊക്കെ കുറച്ച് വ്യത്യസ്തമായിട്ട് ഒരു പരിപാടിയാണ്. ഈ പറഞ്ഞ കേരള കർണാടക ബോർഡർ നടക്കുന്ന, അപ്പൊ അത് കുറച്ച് കണക്ട് ആവും. അപ്പം ഈ മലയാളം പടത്തിൽ കുറെ കന്നഡ ഡയലോഗ്സ് വരുന്നുണ്ട്. കന്നഡ പടത്തിൽ കുറെ, അതായത് കന്നഡ റിലീസ് ചെയ്യുമ്പോൾ കന്നഡ പടത്തില് കുറെ മലയാളം ഡയലോഗ്സും വരുന്നുണ്ട്. അപ്പൊ ഈ പറഞ്ഞ കണക്റ്റഡ് ആണ്. അങ്ങനത്തെ ഇതൊക്കെ ഉള്ളൂ. നമുക്ക് കുറച്ച് റിലേറ്റഡ് ആവും. ഈ ബോർഡറിലൊക്കെ ഉള്ള ആൾക്കാർക്ക് റിലേറ്റഡ് ആകാൻ പറ്റുന്ന ഒരു പരിപാടിയൊക്കെ തന്നെ.